ഞാൻ ചേർത്തുകൊള്ളും, ഞാൻ ശേഖരിക്കും, ഞാൻ ഒരുമിച്ച് കൂട്ടും എന്ന ആ പദം ഉപയോഗിക്കുന്നത് ഹൃദയ വേദനയോടെ തീരുമാനത്തിൽ ഉറച്ചവനായി എന്നെ തടയുവാൻ കഴിയുമെന്ന് മുന്നറിയിപ്പോടെ വെല്ലുവിളിയോടെ കർത്താവ് പറയുന്ന ഒരു വാക്കാണ്, ഞാൻ ചേർത്തുകൊള്ളും, ഞാൻ ശേഖരിക്കും, ഞാൻ ഒരുമിച്ച് കൂട്ടും. ഇതറിപ്പോയതിനെ ചേർക്കുന്ന ദൈവം. ഒന്നാമതായി യാക്കോബിന്റെ മക്കളിൽ യോസഫ് എന്ന പ്രിയ മകൻ ഒരു സ്വപ്നം കാണുന്നത് മുഖാന്തരം, അതുപോലെ അപ്പൻ അധികം ഈ മകനെ സ്നേഹിച്ചത് മുഖാന്തരം സഹോദരന്മാർ ഈ യോസഫിനെ അപ്പനിൽ നിന്ന് ചിതറിച്ചു. സഹോദരന്മാരിൽ നിന്ന്, ആ പാർത്തുകൊണ്ടിരുന്ന വീട്ടിൽ നിന്ന്, ആ ദേശത്തു നിന്ന് ചിതറിച്ചത് 1 പൊട്ടക്കിണറ്റിലിട്ടു, 2 ഇസ്മായേലിയ കച്ചവടക്കാർക്ക് വിറ്റു. ആത്മീയാർത്ഥത്തിൽ യാക്കോബിന്റെ കുടുംബവുമായിട്ട് ബന്ധത്തിൽ ഒന്നാമത് ചിതറപ്പെട്ടവൻ മറ്റാരുമല്ല, യോസേഫാണ് ചിതറപ്പെട്ടത്. ഇനി അതിനു മുൻപേ യാക്കോബിനും ഒരു ചിതറിയ അനുഭവമുണ്ട്. അപ്പനാൽ അനുഗ്രഹിക്കപ്പെട്ട യാക്കോബ് സ്വന്തം ഭവനത്തിൽ നിന്ന് ചിതറപ്പെടുകയാണ്. ആമേൻ. സ്വന്തം സഹോദരനിൽ നിന്ന്, അപ്പനിൽ നിന്ന്, അമ്മയിൽ നിന്ന് ചിതറപ്പെടുന്നു, നന്മകളിൽ നിന്ന് ചിതറപ്പെടുന്നു. ആദ്യം യാക്കോബ് ചിതറപ്പെടുന്നു, 2 യോസേഫ് ചിതറപ്പെടുന്നു. എന്തിനു വേണ്ടി യാക്കോബ് ചിതറപ്പെട്ടു? ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറാൻ ചിതറപ്പെട്ടു. ദർശനം സമാപ്തിയിലേക്ക് എത്താൻ ചിതറപ്പെടുകയാണ്. അപ്പൻ പറയാതെ, അപ്പൻ അറിയാതെ ചിതറപ്പെട്ട മനുഷ്യനാണ് യോസേഫ് എന്ന് പറയുന്നത്. എന്നാൽ യോസേഫിന്റെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തെ ദൈവം ഒരു മാന്യതയുടെ നാളുകളാക്കി മാറ്റി. ആര് ചിതറിച്ചോ അവർ ചിതറിക്കപ്പെട്ടവന്റെ മുൻപിൽ ആമേൻ വണങ്ങി നിൽക്കുകയാണ്. ഒരു പിടി ആഹാരത്തിനു വേണ്ടി, ഹല്ലേലൂയ, ജീവൻ നിലനിർത്താൻ വേണ്ടി ചിതറപ്പെട്ടവനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം.